ലോകത്തിലെ തന്നെ സൂപ്പർ പവർ രാജ്യമായ അമേരിക്ക അവരുടെ 6 B-52 ബോംബർ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഈ ബോംബേഴ്സ് എല്ലാം സോവിയറ്റ് യൂണിയന്റെ പഴയ മിസൈലുകളായ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട പ്രീവിയസ് മിസൈലായ S-75 വെച്ച് ഒറ്റ രാത്രിയിൽ ഫയർ ചെയ്ത് വീഴ്ത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സംഭവം എന്നാണ് നടന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിയറ്റ്നാം യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല അമേരിക്കൻസിനും അത്ര ഇഷ്ടപ്പെടില്ല. അമേരിക്കൻ സൈനികർ ചെയ്തതിൽ വെച്ച് തന്നെ വളരെ മോശമായതും സൈക്കോളജിക്കലി വളരെ വലിയ പ്രശ്നമുണ്ടാക്കിയതുമായ ഒരു യുദ്ധമാണ് വിയറ്റ്നാം വാർ. കാരണം ഈ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ സൈനികരൊക്കെ വിയറ്റ്നാം സൈനികരുടെ ഗൊറില്ല വാർഫെയർ കണ്ട് ഭയന്ന നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയിൽ ചെയ്യപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ലൈൻ ബ്രേക്കർ. ഈ ഒരു ഓപ്പറേഷൻ അമേരിക്ക ആരംഭിച്ച ആ ഒരു സമയത്ത് ഈ ഒരു ഓപ്പറേഷൻ മൂലം അമേരിക്കയുടെ എയർഫോഴ്സ് ചരിത്രത്തിൽ തന്നെ വളരെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് ആ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. 1950കളുടെ പകുതി ആയപ്പോഴാണ് ഈ വിയറ്റ്നാം വാർ ആരംഭിക്കുന്നത്. എന്നാലും 1970കളുടെ ആരംഭഘട്ടത്തിലാണ് വിയറ്റ്നാം വാർ തീവ്രമാകുന്നത്. സോവിയറ്റ് യൂണിയനും ചൈനയും നോർത്തേൺ വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്തത് സൗത്ത് വിയറ്റ്നാമിനാണ്, അതായത് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും ചൈനയും നോർത്ത് വിയറ്റ്നാമിന് ആയുധങ്ങൾ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം, എന്നാൽ ഇവർ ഡയറക്റ്റായി ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു ഭാഗത്ത് അമേരിക്ക ഡയറക്റ്റായി തന്നെ നോർത്ത് വിയറ്റ്നാമിനെതിരെ സൗത്ത് വിയറ്റ്നാമിന് നിരവധി ആയുധങ്ങൾ കൊടുക്കുക, അവരുടെ ബോംബേഴ്സ് വെച്ച് അറ്റാക്ക് നടത്തുക, ഇങ്ങനെ നോർത്ത് വിയറ്റ്നാമിനും സൈനികർക്കെതിരെ സൈക്കോളജിക്കലി അറ്റാക്ക് നടത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് നോർത്ത് വിയറ്റ്നാമിനെ ഒരു പീസ് നെഗോഷിയേഷന് വേണ്ടി കമ്പൽ ചെയ്തത്. എന്നാൽ അവിടെയുള്ള ജനങ്ങളും നേതാക്കളും ഇതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നോർത്തേൺ വിയറ്റ്നാമിനെ എങ്ങനെയെങ്കിലും കീഴടക്കണമെന്നും പറഞ്ഞ് അമേരിക്ക ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് ദ ഓപ്പറേഷൻ ലൈൻ ബ്രേക്കർ. ആ കാലഘട്ടത്തിലെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഓർഡർ പ്രകാരം ഏകദേശം 130 വിമാനങ്ങൾ ഒരു രാത്രിയിൽ US-ന്റെ B-52 ബോംബേഴ്സ് വെച്ച് നോർത്തേൺ വിയറ്റ്നാമിൽ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്രയും വലിയൊരു ആക്രമണം നടത്തണമെന്ന് പദ്ധതിയൊരുക്കുന്നു. ഈ ഒരു ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം തന്നെ അവിടെയുള്ള ജനങ്ങളുടെ മോറൽ സപ്പോർട്ട് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്നതാണ്. കാരണം നോർത്തേൺ വിയറ്റ്നാമിലെ സൈനികരെല്ലാം ഗൊറില്ല വാർഫെയറിൽ മികവുറ്റവരായിരുന്നു. ശരിക്കും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സൈനികർക്ക് കാലെടുത്ത് വെക്കാൻ പോലും, നോർത്ത് വിയറ്റ്നാമിൽ കാലെടുത്ത് വെക്കാൻ പോലും ഭയമുണ്ടായിരുന്നു എന്ന് പറയാം. വളരെ ക്രൂരമായ ആയുധങ്ങളാണ് ഇവിടെയുള്ള സൈനികർ ഉപയോഗിച്ചിരുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ സൈനികർ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നിരവധി ക്രൂരമായ ട്രാപ്പുകളും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു സോൾജിയർ നടന്നു വരുന്ന വഴിയിൽ ഒരു പലക വെച്ചിട്ടുണ്ടാകും. തടിക്കഷ്ണം കൊണ്ടുള്ള പലക വെച്ച് അതിന്റെ താഴെയായി 2 സൈഡിലും ആണിയും വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് അവിടെയുള്ള സൈനികരുടെ ഗൊറില്ല വാർഫെയർ രീതിയാണ്. അങ്ങനെ ആ സൈനികർ ആ പലകയിൽ കാല് വെക്കുന്ന സമയത്ത് പലകയോട് ചേർന്ന് സൈനികന്റെ കാലും താഴേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സൈഡിൽ നിന്നും ആണി കാലിലേക്ക് തുളച്ചു കയറും. ഇത് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം. ഇതുപോലെ നിരവധി ട്രാപ്പുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് നോർത്തേൺ വിയറ്റ്നാമിലേക്ക് കയറാൻ പറ്റില്ല എന്നും പറഞ്ഞ് അമേരിക്ക അവരുടെ വ്യോമസേന വെച്ചാണ് നോർത്തേൺ വിയറ്റ്നാമിനെതിരെ പല പദ്ധതികളും ആസൂത്രണം ചെയ്തത്. വിയറ്റ്നാം കാടുകളിൽ കെമിക്കൽ ബോംബുകൾ വിക്ഷേപിക്കുന്നതായിക്കോട്ടെ, ക്ലസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തികൾ അമേരിക്ക നോർത്തേൺ വിയറ്റ്നാമിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നല്ല രീതിയിൽ ഫലം തരാത്തത് കൊണ്ടാണ് ഓപ്പറേഷൻ ലൈൻ ബ്രേക്കർ ആരംഭിച്ചത്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് 130 വിമാനങ്ങൾ വെച്ച് അവിടെയുള്ള ജനങ്ങളുടെ മോറൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുക, അതുപോലെ അവിടെയുള്ള ഒരു സൈനികത്തെ ഒരു പാഠം പഠിപ്പിക്കുക, ഇതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ആ സമയത്ത് അമേരിക്കയുടെ B-52 ബോംബർ എന്നത് വളരെ പ്രശസ്തി ആർജിച്ച വിമാനങ്ങളായിരുന്നു. മാത്രമല്ല ശത്രുക്കളുടെ നൈറ്റ്മെയർ ആയിരുന്നു എന്ന് പറയാം. ഏകദേശം 30,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ക്യാരി ചെയ്ത് കൊണ്ടുപോയി വിക്ഷേപിക്കാനും അധികമായ എയർ ടു സർഫസ് അൺഗൈഡഡ് ബോംബ്സ് അല്ലെങ്കിൽ ഗൈഡഡ് ബോംബ്സ്, ഇങ്ങനെ നിരവധി ടൈപ്പ് ഓഫ് വെപ്പൺസ് ഈ ബോംബറിൽ കൊണ്ടുപോയി നോർത്തേൺ വിയറ്റ്നാമിൽ വിക്ഷേപിക്കാനും പറ്റും. ഈ വിമാനം കണ്ട് നോർത്തേൺ വിയറ്റ്നാമിലെ സൈനികർ ഭയന്ന് വിറച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം.
അങ്ങനെ അതിന്റെ സമയമെത്തി. 1972 ഡിസംബർ മാസം 18-ാം തീയതി അമേരിക്കയുടെ ഗുവാം ഐലൻഡിൽ നിന്നും ഏകദേശം 87 B-52 ബോംബേഴ്സും അത് അക്കമ്പനി ചെയ്ത് 40 മുതൽ 45 B-52 ബോംബർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ ഡിസംബർ മാസം 18-ന് നോർത്തേൺ വിയറ്റ്നാമിന് മുകളിലൂടെ പറക്കുന്നു. അങ്ങനെ അമേരിക്ക വിചാരിച്ചതുപോലെ നിരവധി നാശനഷ്ടങ്ങൾ നോർത്തേൺ വിയറ്റ്നാമിൽ അവർക്ക് ചെയ്യാൻ പറ്റി. എന്നാൽ നേരം വെളുത്ത സമയത്ത് അമേരിക്ക വിചാരിച്ചതുപോലെയല്ല, മറിച്ച് അവിടെയുള്ള സൈനികർക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലാകാൻ ആരംഭിച്ചു. ഈ B-52 ബോംബർ വിചാരിച്ചത്രയും വലിയ സംഭവമൊന്നുമല്ല. തീർച്ചയായും ഈ ബോംബറിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ കുറച്ചായി അവർ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം നിരവധി സ്ഥലങ്ങളിൽ സോവിയറ്റ് യൂണിയന്റെ സർഫസ് ടു എയർ മിസൈലായ S-75 വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മിസൈലുകളെല്ലാം മിസ്ഫയർ ആയിട്ടുണ്ട്. സോ ഒരു കോർഡിനേറ്റ് അറ്റാക്ക് നടത്തിയാൽ തീർച്ചയായും ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന തീരുമാനത്തിലെത്തി. രണ്ടാം ദിവസവും യുദ്ധം നടന്നു. അപ്പോൾ അവർ ഉറപ്പിച്ചു ഈ ബോംബറിനെ തീർച്ചയായും നശിപ്പിക്കാൻ പറ്റുമെന്ന്. മൂന്നാം ദിവസം യുദ്ധം നടന്നു. ഒരു B-52 ബോംബറിനെ ഇവരുടെ S-75 മിസൈൽ വെച്ച് ഫയർ ചെയ്തു. അമേരിക്കയ്ക്ക് ആ ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിലായില്ല. കാരണം അവരുടെ ബോംബർ വിമാനങ്ങളുടെ പൈലറ്റ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു ടാർഗറ്റിനെതിരെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിമാനത്തിനെതിരെ ഇത്രയും അധികം മിസൈലുകൾ ഒരുമിച്ച് വരുന്നത് ഒരു യുദ്ധത്തിലും കണ്ടിട്ടില്ല. ഏകദേശം 200 മുതൽ 250 മിസൈൽ വരെ ഈ ബോംബർ വിമാനങ്ങൾക്കെതിരെ ഒറ്റ ദിവസം കൊണ്ട് ഫയർ ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയുന്നു. അതിൽ നോർത്തേൺ വിയറ്റ്നാമിന് വിജയവും ലഭിച്ചു. 4 വിമാനങ്ങൾ അവിടെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ ഫയർ ചെയ്ത് വീഴ്ത്തി. 2 B-52 ബോംബർ വിമാനങ്ങൾക്ക് ഡാമേജ് ആവുകയും കുറച്ച് ദൂരെ മാറി അത് ക്രാഷ് ആവുകയും ചെയ്തു. അങ്ങനെ 6 B-52 ബോംബർ വിമാനങ്ങളെ ഫയർ ചെയ്ത നോർത്തേൺ വിയറ്റ്നാമിന് ഹൈ മോറൽ സപ്പോർട്ട് ലഭിച്ചു. എന്നാൽ ആ മോറൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഒരു ബാഡ് ഇമേജ് ആണ് ഉണ്ടായത്. മാത്രമല്ല അവർക്ക് ഭയം ഉണ്ടാകാൻ തുടങ്ങി. കാരണം അടുത്ത ദിവസങ്ങളിൽ കൂടുതലായി ഈ വിമാനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നഷ്ടമാകുന്ന എണ്ണവും കൂടുതൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണം കുറച്ചു. ഈ Su-75 എന്നത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈലാണ്. എഫിഷ്യന്റ് ആയ മിസൈലായിരുന്നു അത്. ഈ മിസൈലിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഇതിന് നിരവധി പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫയർ കൺട്രോൾ റഡാർ എന്ന പുതിയൊരു റഡാർ സിസ്റ്റം അതിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഫയർ കൺട്രോൾ റഡാർ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ റേഞ്ച് തന്നെ മാറി എന്ന് പറയാം. ആദ്യം അതായത് ഈ ഫയർ കൺട്രോൾ റഡാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുൻപായി ഈ മിസൈൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മിസ്ഫയർ ആകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ലോക്ക് ചെയ്തതിനു ശേഷം അഥവാ ടാർഗറ്റിന് മൂവ്മെന്റ് ഉണ്ടായാൽ ഈ മിസൈലിന്റെ ദിശ തന്നെ മാറിപ്പോകുമായിരുന്നു. പക്ഷേ ഈ ഫയർ കൺട്രോൾ റഡാർ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം ടാർഗറ്റ് കൃത്യമായി ലോക്ക് ചെയ്യുകയും അഥവാ ടാർഗറ്റിന് മൂവ്മെന്റ് സംഭവിച്ചാലും കൃത്യമായി അത് ഫോളോ ചെയ്ത് നശിപ്പിക്കുന്നത് പോലെയുള്ള എഫിഷ്യന്റ് ആയ മിസൈലായി മാറി. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് 6 B-52 ബോംബേഴ്സ് വരെ ഫയർ ചെയ്യാനും പറ്റി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പീസ് നെഗോഷിയേഷന് വേണ്ടി 2 രാജ്യവും ഒരുമിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം അമേരിക്കയെ കുറച്ചായി അതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. ഇത്രയ്ക്കും വലിയൊരു നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായത് ലോക ചരിത്രത്തിൽ തന്നെ വിയറ്റ്നാം യുദ്ധത്തിലാണ്. കാരണം അത്രയ്ക്കും വലിയ ആക്രമണമാണ് നോർത്തേൺ വിയറ്റ്നാമിൽ അമേരിക്ക ചെയ്തതെങ്കിലും അമേരിക്കൻ സൈന്യത്തെ പിന്നോക്കമാക്കിയതും അമേരിക്കൻ സൈനികരെ വിറപ്പിച്ച പെരുമയും നോർത്തേൺ വിയറ്റ്നാമിലുള്ള ഗൊറില്ല സൈനികർക്കുണ്ട്. അമേരിക്കയിലുള്ള ഇത്രയ്ക്കും എഫിഷ്യന്റ് ആയ സൈനികർക്ക് പോലും ചെറിയ രാജ്യമായ വിയറ്റ്നാമിലുള്ള സൈനികരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അധികമായി ഒരു ബാധിപ്പും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് ഓപ്പറേഷൻ ലൈൻ ബ്രേക്കർ എന്ന ഒരു ചെറിയ സംഭവം മാത്രമാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഈ ഒരു വിയറ്റ്നാം വാറിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.